ഈ സ്ത്രീ നമ്മുടെ അടുത്ത് വരുന്നത് ഒരു തലവേദനയേക്കാണ്. പക്ഷെ നമുക്ക് അവരിലുണ്ടാക്കാൻ പറ്റിയ മാറ്റം അത് ലൈഫ് സേവിങ് എക്സ്പീരിയൻസ് ആണ്. മിഥുല കൊച്ചിയിൽ വർക്ക് ചെയ്യുന്ന ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. മെയിനായിട്ട് അവരുടെ ഒരു വർക്ക് ഷെഡ്യൂൾ എന്ന് വെച്ചാൽ തന്നെ വളരെ ബിസി ആയിട്ടുള്ള ഒരു രീതിയാണ്. അതായത് എപ്പോഴും കോളുകൾ അറ്റൻഡ് ചെയ്യുക, കമ്പ്യൂട്ടർ സ്ക്രീനിൽ മുന്നിരിക്കുക, ഫോൺ മാനേജ് ചെയ്യുക, എക്സൽ പ്രിപ്പയർ ചെയ്യുക, അതുപോലത്തെ ഒരു ടഫായിട്ടുള്ള ഒരു ഷെഡ്യൂളാണ്. അപ്പം പലപ്പോഴും ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് തലവേദന വരുന്ന ഒരു ഇഷ്യൂ ഉണ്ടാകുന്നുണ്ട്. തലവേദന എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ തലവേദനയല്ല, സിവിയർ ആയിട്ടുള്ള തലവേദന. അപ്പോൾ ഇത് അവരുടെ ആ ഒരു വർക്കിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ബാധിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ വർക്ക് ലൈഫ് ബാലൻസ് മറിയുന്നുണ്ടായിരുന്നു. അതായത് അത് കറക്റ്റായിട്ട് പോകുന്നുണ്ടായിരുന്നില്ല. അപ്പം പല മെഡിസിൻസ് അവർ ചെയ്ത് നോക്കിയിട്ടുണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് എഫക്റ്റ് ചെയ്യുന്നില്ലായിരുന്നു. മെയിനായിട്ട് പെയിൻ വരുന്ന സമയത്ത് അപ്പോഴൊരു മെഡിസിൻ എടുക്കും, അപ്പോഴത്തേക്ക് കുറയും, ചിലപ്പോൾ കുറയത്തില്ല. അപ്പോൾ ഈ ഒരു ലൂപ്പിൽ, ഈ ഒരു സൈക്കിളിൽ കണ്ടിന്യൂസ് ആയിട്ട് തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഇതിലേക്ക് മെയിനായിട്ട് നമ്മൾ അഡ്വൈസ് ചെയ്തത് ഈ സ്ക്രീൻ ടൈം ഒരല്പം ഒന്ന് കുറയ്ക്കാൻ, കുറച്ച് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ ഹൈഡ്രേഷൻ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനായിട്ട്. പലപ്പോഴും നമ്മുടെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു ലൈഫിന് നമ്മളത് പലപ്പോഴും ചിന്തിക്കുന്നില്ല. നമ്മുടെ ഹൈഡ്രേഷനും നമ്മുടെ ശരീരത്തിനകത്തെ HP ലെവല്, അതുപോലെ തന്നെ വൈറ്റമിൻസ് ഉണ്ടാവും. വൈറ്റമിൻ D, B12 ഇതൊന്നും കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ പല തരത്തിലുള്ള സിംറ്റം ഇൻക്ലൂഡിങ് തലവേദന നമുക്ക് വരാൻ സാധ്യതയാണ്. അപ്പം ഇതിലൂടെ സിംറ്റംസ് നമ്മൾ ഡീപ്പായിട്ട് എടുത്ത് പഠിച്ച സമയത്ത്, അതായത് അവരുടെ ഇമോഷണൽ സ്റ്റേറ്റ്, ക്യാരക്ടർ, സിംറ്റംസിൻ്റെ ആ ഒരു രീതി നോക്കിയ സമയത്ത് മൈഗ്രെയിൻ ആയിട്ടാണോ വ്യക്തമായത്. അപ്പം ഇതിൽ പല വർഷമായിട്ട് ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും, അതായത് ഈ തലവേദനയുടെ മൈഗ്രെയിൻ്റെ പ്രശ്നം. അപ്പോൾ അതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരമാണ് തേടിക്കൊണ്ടിരുന്നത്. നമ്മൾ ഹോമിയോപ്പതിയിൽ സാധാരണ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആളെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അതായത് ഓരോ ആൾക്കാർക്കും ഇപ്പോൾ മൈഗ്രെയിൻ ഉണ്ടെങ്കിൽ ഓരോ സിംറ്റംസായി. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ മിഥിലയ്ക്ക് മെയിനായിട്ട് പ്രധാനമായിട്ട് കൊടുത്തത് സൈഡീഷ്യ എന്ന് പറയുന്ന കേസിലാണ്. വിതിൻ 1 month മിഥിലയുടെ തലവേദന ഏകദേശം പകുതി കൊണ്ട് കുറഞ്ഞ്, അതിൻ്റെ ഫ്രീക്വൻസി കുറവ് വരുമ്പം അതിൻ്റെ ഇൻറ്റൻസിറ്റിയും വളരെയധികം കുറയത്തുള്ളൂ. ഇതിനിടയ്ക്ക് ഇംഗ്ലീഷ് മെഡിസിൻ വളരെ കുറച്ച് തവണകൾ മാത്രമേ എടുക്കേണ്ടി വന്നിട്ടുള്ളൂ. അത് ഇതുവരെ ഉണ്ടായിരുന്നൊരു മാറ്റത്തിനെ കാട്ടി വളരെ വലുത്. അപ്പം ഇതിൽ ഇമോഷണലി കുറച്ചുകൂടെ ഫ്രീ ആയി, കുറച്ചുകൂടെ നല്ലോണം ഉറങ്ങാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഫാമിലിയോട് കൂടി ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി നോക്കാം. അപ്പോൾ ഇതിനകത്ത് കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റുകളുണ്ട്. അതാണ് നമ്മൾ നമ്മുടെ സിംറ്റംസിനെ കെയർ ചെയ്യണം. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ എപ്പോഴെങ്കിലും ഇതുപോലെ ചെറിയ നിസ്സാരമായിട്ടുള്ളൊരു സിംറ്റംസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? അങ്ങനെ വന്നത് എപ്പോഴെങ്കിലും പ്രോഗ്രസ് ആയി വേറൊരു പ്രശ്നമായി അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറിയിട്ടുണ്ടോ? തീർച്ചയായും താഴെ കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക.